ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. പാണ്ഡുരാജാവിന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ കേട്ടു കഴിഞ്ഞു. പാണ്ഡുവിന്റെ മരണശേഷം കുന്തിദേവി മക്കളുമൊത്ത് ഹസ്തിനപുരിയിൽ താമസമാക്കി. 100 കൗരവ രാജകുമാരന്മാരും 5 പാണ്ഡുപുത്രരും കളിച്ചും പഠിച്ചും തിമിർത്തും വളരുകയാണ്. എല്ലാ കളിയിലും മത്സരങ്ങളിലും മുമ്പൻ മഹാബലനായ ഭീമൻകുട്ടിയായിരുന്നു. ദുര്യോധനും അനുജന്മാരും അവനെക്കൊണ്ട് തോറ്റു. എല്ലാറ്റിലും പരാജിതരാകുന്ന ദുര്യോധനാദികൾ പകരം വീട്ടുന്നതിനെപ്പറ്റി ആലോചനയായി. കൊച്ചു മനസ്സുകളിൽ പക പുകഞ്ഞു തുടങ്ങി. മൂത്തവനായ യുധിഷ്ഠിരനാണല്ലോ നാളെ യുവരാജാവാകുക. ആ ചിന്ത തന്നെ ദുര്യോധനെ പൊള്ളിച്ചു. ഭീമൻ മാത്രമല്ല, ശാന്തനും മര്യാദക്കാരനും എപ്പോഴും സമാധാനം പറയുന്നവനായ യുധിഷ്ഠിരനും, മിടുമിടുക്കനും കാണുന്നവരുടെയെല്ലാം കണ്ണിലുണ്ണിയായ അർജുനനും, അതിസുന്ദരനായ നകുലനും, കുസൃതിയും സമർത്ഥനുമായ ഇളയവൻ സഹദേവനുമെല്ലാം അവർക്ക് ശത്രുക്കളായി. കാലം അങ്ങനെ നീങ്ങുകയാണ്. കുമാരന്മാർ ഒന്നിച്ചു കളിച്ചും പഠിച്ചും മല്ലടിച്ചും കഴിയുന്നതിനിടയിൽ ഭീമന്റെ ശക്തിയും തന്റേടവും ശൗര്യവുമെല്ലാം കണ്ട് മനം കലങ്ങിയ ദുര്യോധനനിൽ പാപചിന്തകൾ അതിന്റെ മൂർധന്യത്തിലെത്തി. ഇവൻ വളർന്നു വന്നാൽ നമുക്ക് ആപത്താണ്, ഇവനെ കൊല്ലണം. പിന്നീട് യുധിഷ്ഠിരനെയും അർജുനെയും പിടിച്ചുകെട്ടി തടവിലിടാൻ എളുപ്പമായിരിക്കും. ഈ ചിന്തയോടെ ദുര്യോധനൻ ഒരു വിനോദ പരിപാടി സംഘടിപ്പിച്ചു. കുറച്ചകലെയുള്ള ഗംഗാതീരത്തേക്കൊരു വിനോദയാത്ര. മനോഹരമായ ഒരു ഉദ്യാനമായിരുന്നു അത്. അഴകിയ കമ്പളങ്ങൾ കൊണ്ട് കൂടാരങ്ങൾ നിരക്കെ ഒരുക്കിയിരുന്നു. പൂക്കളും ചെടികളും പഴങ്ങളും കുളിർ നിഴൽ നിറഞ്ഞ ആ പൂങ്കാവനത്തിൽ അവർ ഇഷ്ടം പോലെ വിഹരിച്ചു. ആറ്റിലിറങ്ങി തമ്മിൽ തമ്മിൽ വെള്ളം തെറ്റിച്ചു തുടങ്ങി. ഭീമൻ 4ഉം 5ഉം സഹോദരന്മാരെ ഒന്നിച്ച് തന്റെ വിസ്തൃതമായ ചുമലിലും പുറത്തും ഇരുത്തിക്കൊണ്ട് നീന്തി വിഹരിച്ചു. ആ മഹാബലം കണ്ട് എല്ലാവരും വിസ്മയം പൂണ്ടു. കുളിച്ചും കളിച്ചും മത്സരിച്ചും തളർന്ന ആ രാജകുമാരന്മാർ കൂടാരങ്ങളിൽ ചെന്ന് നനഞ്ഞ വസ്ത്രങ്ങൾ മാറി വിശിഷ്ട ഭോജ്യങ്ങളും പാനീയങ്ങളും ആസ്വദിക്കുകയായി. ബാലനെങ്കിലും ക്രൂരഹൃദയനായ ദുര്യോധനൻ ഭീമന് നൽകിയ ഭക്ഷണത്തിൽ കാളകൂടവിഷം ചേർത്ത് വിളമ്പുവാൻ വിശ്വസ്തരായ പരിചാരകരെ ഏൽപ്പിച്ചിരുന്നു. അവർ അപ്രകാരം ചെയ്തു. തളർന്നുറങ്ങിപ്പോയ ഭീമൻ വിഷബാധയേറ്റ് ബോധമറ്റവനായി. രാത്രികാലത്ത് ദുര്യോധനൻ അനുജന്മാരുമൊത്ത് ഭീമനെ കയറുകൊണ്ട് മുറുക്കി വരിഞ്ഞുകെട്ടി നദിയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ട് ഒന്നും അറിയാത്തവനെ പോലെ മടങ്ങിപ്പോയി. പിറ്റേന്ന് പ്രഭാതത്തിൽ എല്ലാവരും ഹസ്തിനപുരത്തിലേക്ക് പോകാൻ ഒരുങ്ങവേ എവിടെ ഭീമൻ എന്നന്വേഷിച്ച പാണ്ഡവരോട് ഭീമൻ മുമ്പേ പോയി എന്നു പറഞ്ഞു ദുര്യോധനാദികൾ. കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ പാണ്ഡവന്മാർ കുന്തിദേവിയെ ചെന്ന് കണ്ട് കൈവണങ്ങി. യുധിഷ്ഠിരൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞങ്ങൾക്ക് മുമ്പേ ഭീമൻ ഇങ്ങു പോന്നുവല്ലോ. പറയാതെ പോന്ന അവനെ എവിടെയെല്ലാം ഞങ്ങൾ തേടിയിട്ടാണ് പോന്നത്. അമ്മേ, അവൻ എവിടെ പോയി? ഭീമനെ കാണാൻ എന്റെ ചിത്തം വ്യാകുലമാകുന്നു. ഇതേ സമയം നദിയുടെ ആഴക്കയത്തിലേക്ക് തള്ളപ്പെട്ട ഭീമകുമാരന്റെ ഭാരമേറിയ ശരീരം താണു താണു പോയി. അത് നാഗലോകത്തോളം എത്തി. ക്രുദ്ധരായ സർപ്പങ്ങൾ പാഞ്ഞെത്തി ഭീമനെ ആഞ്ഞാഞ്ഞു കൊത്തി. സർപ്പവിഷമേറ്റ ഭീമന്റെ ഉള്ളിലെ കാളകൂടവിഷം പെട്ടെന്ന് നിർവീര്യമായി. 2 തരം വിഷങ്ങളും തമ്മിലിടഞ്ഞ് ദുർബലമാകവേ ഭീമൻ മയക്കം വിട്ടുണർന്നു. ഒന്ന് ഞെരുക്കി കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് തന്നെ കടിക്കുവാനായുന്ന പാമ്പുകളെ എതിരിട്ട് തല്ലി ചതച്ചു തുടങ്ങി. ബാക്കിയുള്ളവ ജീവനും കൊണ്ട് പാഞ്ഞ് നാഗരാജാവായ വാസുകിയോട് ആവലാതി പറയുകയായി. ആരാണീ മഹാബലൻ എന്ന് ആരായുവാൻ നാഗരാജാവ് നേരിട്ടിറങ്ങി വന്നു. പോരാടി നിൽക്കുന്ന കുമാരനെ കണ്ട് സന്തുഷ്ടിയാർന്നു. ഇവൻ കുന്തിപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അനുഗ്രഹിച്ച് അത്ഭുതകരമായ ഒരു ദിവ്യരസം അവന് കുടിക്കാൻ നൽകി. സ്വന്തം ശക്തിയെ 1000 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ആ രസം കുടം കുടമായി കുടിച്ച് ഭീമൻ ഉറക്കമായി. 8ാം നാൾ ഉറക്കമുണർന്ന ആ കുമാരൻ തന്റെ കരുത്തും ഊറ്റവും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നതായി കണ്ട് സന്തുഷ്ടനായി വാസുകിയെ വന്ദിച്ച് വിടവാങ്ങി. ദിവ്യജലത്തിൽ കുളിച്ച് നാഗങ്ങൾ ഉപഹാരമായി നൽകിയ വെളുത്തപ്പെട്ടും വെൺമുത്തു മാലകളും ധരിച്ച് അവരെയെല്ലാം കൈവണങ്ങി നദിയുടെ അഗാധതയിൽ നിന്ന് മേലോട്ടുയർന്ന് കരയ്ക്കു കയറി. മതയാനയെപ്പോലെ കുതിച്ചു നടന്ന് ഭീമൻ സ്വഗൃഹത്തിൽ എത്തിച്ചേർന്നു. അവിടെ ദുഃഖിതയായ മാതാവിനെയും കുമാരനെ തിരഞ്ഞു തളർന്ന് വിഷണരായി നിൽക്കുന്ന സഹോദരന്മാരെയും കണ്ട് പുഞ്ചിരി തൂകി. നടന്ന സംഭവങ്ങളെല്ലാം കേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഈ രഹസ്യം നാം മൂടി വയ്ക്കുക. ആരും തന്നെ ഇത് അറിയാൻ പാടില്ല. ഒരിക്കലും ഇതേപ്പറ്റി സംസാരിക്കാതെ സ്വരക്ഷയിൽ കൂടുതൽ ജാഗ്രതയോടെ നമുക്ക് പാർക്കാം.
പിതൃവ്യനായ വിതുരരും ഈ ഉപദേശം തന്നെ പാണ്ഡവർക്ക് നൽകി. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. പലവട്ടം ദുര്യോധനൻ ഭീമന് വിഷം കലർന്ന വിശിഷ്ട ഭക്ഷണപാനീയങ്ങൾ നൽകിയെങ്കിലും അതൊന്നും ആ ശരീരത്തിൽ ഫലിച്ചില്ല. വളരെ ശ്രദ്ധയോടുകൂടി അപകടങ്ങളിൽപ്പെടാതെ പാണ്ഡവകുമാരന്മാർ ഹസ്തിനപുരിയിൽ വാണുപോന്നു. അക്കാലത്ത് ഭീഷ്മർ കുമാരന്മാരുടെ അസ്ത്രാഭ്യാസത്തിന് കാലമായിരിക്കുന്നു എന്ന് കണ്ട് മഹാചാര്യനായ കൃപരെ വരുത്തി ആ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ കീഴിൽ കൗരവ പാണ്ഡവന്മാർ ധനുർവേദം പഠിച്ചു തുടങ്ങി. കൃപാചാര്യരുടെ വിദഗ്ധ ശിക്ഷണത്തിൻ കീഴിൽ വേഗം തന്നെ രാജകുമാരന്മാർ അസ്ത്രവിദ്യയിൽ നിപുണന്മാരായി തീർന്നു. അതിനുശേഷമാണ് പരമാചാര്യനായ ദ്രോണരുടെ കീഴിൽ അവർ സർവാസ്ത്ര പ്രയോഗങ്ങളും പഠിക്കുവാൻ ആരംഭിച്ചത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.